പത്തനംതിട്ടയിൽ അഗതി മന്ദിരത്തിലെ ബാലപീഡന കേസിൽ 3 പ്രതികൾ അറസ്റ്റിലായി. പ്രതികളായ റെജി, ബെന്നി, സിജോ എന്നിവരെയാണ് ഇലവുംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുകയാണ്. ശ്രീരാജ്, 3 പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ കേസിലെ തുടർ നടപടികൾ? സോന, അങ്ങനെ തന്നെയാണ്. 3 പേരെ അല്പസമയം മുൻപ് ഇലവുംതിട്ട പോലീസ് പിടികൂടിയിട്ടുണ്ട്. റെജി, ബെന്നി, സിജോ എന്നീ 3 പേരെയാണ്. ഒരാൾ ഈ വൃദ്ധസദനത്തിന്റെ മാനേജരും മറ്റ് 2 പേർ ഇവിടുത്തെ ജീവനക്കാരുമാണ്. 3 പിടികൂടിയിട്ടുണ്ട്. ഇവർക്ക് 3 പേരുമായിരുന്നു കേസിലെ പ്രതികളായിട്ടുണ്ടായിരുന്നത്. ഈ 17 വയസ്സുകാരായ 2 കുട്ടികൾ ഈ വൃദ്ധസദനത്തിൽ പഠിക്കാനായി അല്ലെങ്കിൽ പഠിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകി ഇവിടെ കൊണ്ടുവരികയായിരുന്നു. തുടർന്ന് ക്രൂരമായി മർദ്ദിച്ച ശേഷം കട്ടപ്പന സ്വദേശിയായ 17 വയസ്സുകാരൻ ഇക്കാര്യം വീട്ടുകാരോട് പറയുകയും തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ആദ്യം കട്ടപ്പന പോലീസ് കേസെടുത്തത്, പിന്നീട് ഇലവുംതിട്ട പോലീസിന് കൈമാറുകയായിരുന്നു. കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ഈ കുട്ടികളുടെ അടക്കം മൊഴിയുടെ അടിസ്ഥാനത്തിൽ. എന്തായാലും നിലവിൽ ഈ 3 പ്രതികളെയും ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അല്പസമയത്തിനകം തന്നെ കൊണ്ടുവരും. ഈ സ്ഥലത്തെത്തിച്ചടക്കം തെളിവെടുപ്പ് നടത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസ് ഇന്ന് ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റെജി, ബെന്നി, സിജോ എന്നീ 3 പേരെയാണ്. അതിൽ ഒരാൾ വൃദ്ധസദനത്തിന്റെ മാനേജറാണ്. മറ്റ് 2 പേർ ജീവനക്കാരാണ്. ഈ മൂവരും ചേർന്നാണ് അതിക്രൂരമായി ഈ കുട്ടികളെ മർദ്ദിച്ചത്. ഒരു ദിവസം മാത്രമല്ല, തുടർച്ചയായുള്ള ദിവസങ്ങളിൽ ഈ കുട്ടികളെ ഇവർ മർദ്ദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം CWC നടത്തിയ പരിശോധനയിലും സമാനമായ തരത്തിൽ ആ വൃദ്ധസദനത്തിൽ പത്തനംതിട്ടയിലെ അഗതി മന്ദിരത്തിലെ ബാലപീഡന കേസിൽ ഇപ്പോൾ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.